നമസ്കാരം പ്രിയമുള്ളവരെ, എല്ലാവർക്കും ഒരിക്കൽ കൂടി എൻ മീഡിയയിലേക്ക് ഹാർദമായ സ്വാഗതം. ലൂസിഫർ സിനിമയിൽ മോഹൻലാൽ പറയുന്ന ഒരു ഡയലോഗുണ്ട്. കേട്ടുകേൾവി പോലുമില്ലാത്ത ഡ്രഗ്സാണ് യുവാക്കളുടെ ഞരമ്പിൽ. അമ്മയും പെങ്ങളെയും തിരിച്ചറിയാൻ പോലും പറ്റില്ല. ഇത് ഞാൻ ഈ സംഭവവുമായി ബന്ധപ്പെട്ട് ഒരു വീഡിയോ ചെയ്തപ്പോൾ എൻ്റെ ഒരു സബ്സ്ക്രൈബർ ചെയ്ത കമൻറ്റാണ്. ലൂസിഫർ എന്ന സിനിമയിൽ മോഹൻലാൽ പറയുന്ന ഈ കമൻറ്റ് വളരെ യാഥാർത്ഥ്യമാണ്. ഈ കമൻറ്റ് എന്ന് കേരളത്തിൽ ഇപ്പോഴത്തെ സാമൂഹിക സാഹചര്യങ്ങൾ എടുത്തു പരിശോധിക്കുമ്പോൾ നമുക്കറിയാൻ പറ്റും. കാരണം അമ്മയെയും പെങ്ങളെയും ഒന്നും തിരിച്ചറിയാൻ പറ്റാത്ത വിധം മയക്കുമരുന്നിൻ്റെ ഉപയോഗം നമ്മുടെ നാട്ടിനെ മാറ്റിമറിച്ചിട്ടുണ്ട് എന്നത് യാഥാർത്ഥ്യമാണ്. കാരണം 2 ദിവസങ്ങൾക്ക് മുമ്പാണ് കോട്ടയത്ത് നിന്ന് ഒരു റിപ്പോർട്ട് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തൊരു വാർത്താ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തത്. അതിൽ മകളുടെ ഗർഭത്തിന് ഉത്തരവാദി പിതാവാണെന്നായിരുന്നു. അതിന് കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് യൂട്യൂബ് ചാനലുകൾക്ക് മുന്നിൽ ഒരു അമ്മ വന്ന് തേങ്ങിക്കരയുന്നത് കണ്ടു. മയക്കുമരുന്ന് ഉപയോഗിച്ച ഒരു മകൻ മയക്കുമരുന്ന് ഉപയോഗിച്ച് ആകെ സൈക്കോ ആയ ഒരു മകൻ തന്നെ ഉപദ്രവിക്കാൻ, ലൈംഗിക ആഗ്രഹത്തോടു കൂടി ഉമ്മയെ ഉപദ്രവിക്കുവാൻ ശ്രമിക്കുന്നു എന്ന ഒരു വാർത്ത ആ ഉമ്മ കരഞ്ഞുകൊണ്ട് വാർത്താ ചാനലുകൾക്ക് മുന്നിൽ വന്നത് നമ്മൾ കണ്ടു. ഇന്നലെ വീണ്ടും നമ്മളെ മനസാക്ഷിയെ മരവിപ്പിക്കുന്ന രീതിയിൽ ഒരു വാർത്ത വന്നിരിക്കുന്നു. അത് ബാലരാമപുരത്ത് നിന്നാണ്. ഒരു ചെറിയ കുട്ടിയെ, 2 വയസ്സ് മാത്രം പ്രായമുള്ള ഒരു ചെറിയ കുട്ടിയെ, ആ കുട്ടിയുടെ ആ അമ്മാവൻ ഹരികുമാർ കൊല ചെയ്തിരിക്കുന്നു. ആ കൊലയ്ക്ക് കാരണം തൻ്റെ സഹോദരിയുമായിട്ടുണ്ടായിരുന്ന അവിഹിത ബന്ധമാണ് എന്ന രീതിയിൽ വാർത്തകൾ വരുന്നു. അടുത്തടുത്ത റൂമുകളിലായിരുന്നിട്ടും തൻ്റെ സഹോദരിയും, അത് ശ്രീതു എന്ന് പറയുന്ന സഹോദരിയും ഹരികുമാറുമായിട്ട് വാട്സപ്പിൽ കൂടി മോശമായ ചാറ്റുകൾ ഉണ്ടായിരുന്നതായി ചില മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു. പക്ഷേ ശ്രീതു എന്ന് പറയുന്ന ഈ കുട്ടിയുടെ അമ്മ പറയുന്നത് അയാൾ തന്നെ വഴിവിട്ട ബന്ധങ്ങൾക്ക് പ്രേരിപ്പിക്കുമായിരുന്നു എന്നാണ്. എന്തായാലും അതിനെപ്പറ്റി പല രീതിയിലുള്ള വാർത്തകളാണ് വരുന്നത്. രണ്ടുപേരും തമ്മിൽ വഴിവിട്ട ബന്ധമുണ്ടായിരുന്നു എന്ന രീതിയിലും, ഹരികുമാർ എന്ന് പറയുന്ന സഹോദരിയെ വഴിവിട്ട ബന്ധങ്ങൾക്ക് പ്രേരിപ്പിക്കുമായിരുന്നു എന്ന രീതിയിലും അതിനെപ്പറ്റി ഒരു സ്ഥിരീകരണം ഉണ്ടായിട്ടില്ല. നമുക്കറിയാമല്ലോ, നമ്മുടെ നാടാണ്. ഒരു വിഷയമുണ്ടാകുമ്പോൾ പ്രത്യേകിച്ചും യൂട്യൂബ് ചാനലുകൾ പല വഴിക്ക് വളച്ചൊടിക്കും. അതുകൊണ്ട് അതിൻ്റെ ഒരു സത്യാവസ്ഥ മനസ്സിലാകുന്നില്ല. ബന്ധമുണ്ടായിരുന്നു, അല്ലെങ്കിൽ ശ്രീകുമാർ എന്ന് പറയുന്ന സൈക്കോക്ക് ഏകപക്ഷീയമായിട്ട് ആ സ്ത്രീയോട് വഴിവിട്ട ബന്ധങ്ങൾക്ക് പ്രേരിപ്പിക്കുന്ന ഒരു പ്രവണത ഉണ്ടായിരുന്നു എന്ന് പറയുവാൻ കഴിയില്ല. എങ്കിലും ഹരികുമാർ എന്ന വ്യക്തി ഇത്തരമൊരു ബന്ധത്തിന് ആ ശ്രീതു എന്ന് പറയുന്ന സഹോദരിയെ പ്രേരിപ്പിച്ചിരുന്നു എന്ന് കാണാം. അവർ വളരെ തന്ത്രപരമായി ചിലപ്പോൾ ഒഴിഞ്ഞു മാറിയിരുന്നിരിക്കാം. എന്തായാലും നമ്മുടെ സമൂഹത്തിൽ നടക്കുന്ന ഇത്തരം ഒരു ലൈംഗിക അരാജകത്വം അത് വളരെ അധികമാണ് എന്ന് പറയാതെ വയ്യ എന്നതാണ് യാഥാർത്ഥ്യം. ചിലപ്പോഴൊക്കെ ചില സ്ഥലങ്ങളിലൊക്കെ ഞാൻ വായിച്ചിട്ടുണ്ട്, ഈ വേശ്യകൾ എന്ന് പറയുന്ന അത് അവർ സമൂഹത്തിന് ചെയ്യുന്ന ഒരു സേവനം വളരെ വലുതാണ്. ചിലരൊക്കെ നമ്മുടെ സദാചാരപരമായി ഈ വേശ്യാ സമ്പ്രദായങ്ങളും, അല്ലെങ്കിൽ ചില വിദേശ രാജ്യങ്ങളിലൊക്കെ പൊതുവായിട്ട് ഈ വേശ്യാലയങ്ങൾ ഒക്കെ നടത്തുന്നതിനെ എതിർക്കാറുണ്ടെങ്കിലും ചില ആളുകളൊക്കെ പറയാറുണ്ട്, ഇത്തരം വേശ്യാലയങ്ങളാണ് നമ്മുടെ അമ്മമാരെയും പെങ്ങന്മാരെയും പെൺമക്കളെയും ഒക്കെ പുറത്തിറങ്ങി നടക്കുന്നതിന് ഒരു പരിധിവരെ സഹായിക്കുന്നതെന്ന് ഭയമില്ലാതെ. കാരണം ഈ അന്ധമായ ലൈംഗിക ദാഹമുള്ള ആളുകൾക്ക് ഇത്തരം പ്രദേശങ്ങളിൽ പോയി അവരുടെ ലൈംഗിക ദാഹം തീർക്കുവാൻ കഴിയുന്നത് കൊണ്ടാണ് സാധാരണ പെൺകുട്ടികളെയും അമ്മമാരെയും അതുപോലെ സഹോദരിമാരെയും ഒന്നും ആരും ആക്രമിക്കാത്തത് എന്നൊരു പൊതുവായിട്ടുള്ള ചില കുറിപ്പുകൾ ഞാൻ വായിച്ചിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ സർക്കാരിനൊക്കെ അതുപോലെ ചിന്തിക്കാമെന്നാണ് എൻ്റെ അഭിപ്രായം. കാരണം ഇത്തരം ഈ സൈക്കോകൾക്ക് ലൈംഗിക ദാഹം തീർക്കുന്നതിന് നിയമപരമായ ഈ വേശ്യാലയങ്ങൾ തുറക്കുന്നതിനെ പറ്റി ചിന്തിക്കാം എന്നാണ് എനിക്ക് പറയാനുള്ളത്. അല്ലെങ്കിൽ നമ്മുടെ സമൂഹത്തിൻ്റെ അവസ്ഥ വളരെ മോശമായി പോകും എന്നത് ഒരു യാഥാർത്ഥ്യമായി നിൽക്കുകയാണ്. കാരണം പെങ്ങന്മാരെയും അമ്മമാരെയും പെൺമക്കളെയും തിരിച്ചറിയാൻ വയ്യാത്ത ഒരു സമൂഹമായി നമ്മുടെ സമൂഹം മാറിയിരിക്കുന്നു. അതിന് ഏറ്റവും പ്രധാനപ്പെട്ട കാരണം എല്ലായ്പ്പോഴും പറയുന്നത് പോലെ, ഈ മോഹൻലാൽ ഈ ലൂസിഫർ എന്ന സിനിമയിൽ പറഞ്ഞതുപോലെ, ലഹരി നിറയുന്ന ഒരു സമൂഹമാണ്. അത് ഏകദേശം കണ്ടു നിൽക്കുന്നു എന്നതാണ് ഏറ്റവും വലിയ യാഥാർത്ഥ്യം. ഈ അടുത്ത ദിവസങ്ങളിൽ കുറച്ച് യൂട്യൂബർമാരുടെ അമ്മമാരൊക്കെ, പ്രത്യേകിച്ചും കുറച്ച് യൂട്യൂബർമാർ ഈ അടുത്ത സമയങ്ങളിലൊക്കെ ഇത്തരം ഡ്രഗ്സ് ഉപയോഗിച്ചതും അവർ സമൂഹത്തിലുണ്ടാക്കിയ കുറച്ച് പ്രശ്നങ്ങളുമൊക്കെ നമ്മൾ കണ്ടതാണ്. പക്ഷേ യൂട്യൂബർമാരെയൊക്കെ അവരുടെ അമ്മമാരും സഹോദരികളുമൊക്കെ വന്ന് ന്യായീകരിക്കുന്ന ഒരു പ്രവണത കൂടി നമ്മൾ സാമൂഹിക മാധ്യമങ്ങളിൽ കണ്ടു. പക്ഷേ
ഒരുപക്ഷേ യൂട്യൂബിൽ നിന്ന് കിട്ടുന്ന പൈസ, യൂട്യൂബർമാർ യൂട്യൂബിൽ കണ്ടന്റ് ചെയ്ത് കിട്ടുന്ന പൈസ അവർ ഫാമിലിക്ക് കൊണ്ട് കൊടുക്കുന്നത് കൊണ്ട് ആയിരിക്കാം. പൈസ കിട്ടിയാൽ എങ്ങനെയും പൈസ കിട്ടിയാൽ മതി എന്നൊരു തോന്നൽ മാതാപിതാക്കൾക്ക് ഉള്ളത് കൊണ്ടായിരിക്കാം അവർ ഈ യൂട്യൂബർമാരെയൊക്കെ വന്ന് ന്യായീകരിക്കുന്നത്. പക്ഷേ യൂട്യൂബർമാർ എന്ന് പറയുന്നത് അവർ സമൂഹത്തെ സ്വാധീനിക്കുന്നുണ്ട് എന്നത് തന്നെയാണ് ഏറ്റവും വലിയ യാഥാർത്ഥ്യം. ഇവർ ഈ ഡ്രഗ്സ് അടിച്ചുകൊണ്ട് ചെയ്യുന്ന ഇത്തരം കോലാഹലങ്ങൾ പുറത്ത് അവരെ ആരാധനയോട് നോക്കി നിൽക്കുന്ന ഒരു സമൂഹത്തെയും സ്വാധീനിക്കുന്നുണ്ട്, യുവാക്കളെയും ഒക്കെ സ്വാധീനിക്കുന്നുണ്ട് എന്നതാണ് ഏറ്റവും വലിയ വാസ്തവം. മറ്റൊന്ന്, ഈ സിനിമകളുടെ ഒരു വലിയ സ്വാധീനം നമ്മുടെ യുവാക്കൾക്കിടയിലുണ്ട് എന്നത് യാഥാർത്ഥ്യമാണ്. പ്രത്യേകിച്ചും ഈ അടുത്ത സമയത്ത് മലയാള സിനിമ കൈകാര്യം ചെയ്യുന്ന എല്ലാ വിഷയങ്ങളും അതി ഈ എന്താണ് അതിയായിട്ടുള്ള ഇത്തരം വിഷയങ്ങളാണ് എന്നത് വയലൻസാണ് എന്നത് യാഥാർത്ഥ്യം തന്നെയാണ്. ഈ മാർക്കോ, പണി, അതുപോലെ ആവേശം, ഈ 3 സിനിമകൾ എടുത്തു നോക്കിയാൽ ഈ 3 സിനിമകളിൽ എന്താണ് എന്ന് ചോദിച്ചാൽ വയലൻസിൻ്റെ ഒരു ആധികാരികത എന്ന് തന്നെ പറയാം. ഞാൻ മാർക്കോ സിനിമയെപ്പറ്റി എനിക്ക് കണ്ടിട്ട് മിക്കപ്പോഴും അതിനെ ഒരു റിവ്യൂ ചെയ്യണമെന്ന് നോക്കി. പക്ഷേ അതൊരു പൊളിറ്റിക്സ് ആയി പോകുമോ എന്നതിൻ്റെ പേരിലാണ് ഞാൻ ചെയ്യാത്തത്. പ്രത്യേകിച്ചും അതിലെ നടൻ ഉണ്ണി മുകുന്ദന് ഒരു പൊളിറ്റിക്സ് ഉള്ളതിൻ്റെ പേരിൽ അതൊരു പൊളിറ്റിക്സ് ആയി മാറുമോ എന്നതുകൊണ്ടാണ് ഞാനതിൻ്റെ റിവ്യൂ ചെയ്യാത്തത്. കാരണം ആ സിനിമയിൽ എന്താണുള്ളത്, അത്രമേൽ രൂക്ഷമായ വയലൻസ്, ചെവി കടിച്ചു പറിക്കുന്നു, ഒന്ന് പറഞ്ഞ് രണ്ടാമത്തതിന് വെടിവെക്കുന്നു. അതിനപ്പുറം അത് മലയാള സിനിമയ്ക്ക് എന്താണ് നൽകുന്നത്? മമ്മൂട്ടിയെയും മോഹൻലാലിനെയും അതുപോലെയുള്ള നടന്മാരെയും കമ്പയർ ചെയ്യാവുന്ന ഒരു അഭിനയ പാടവം അതിൽ ഉണ്ണി മുകുന്ദൻ കാഴ്ചവെക്കുന്നുണ്ടോ എന്ന ചോദ്യങ്ങളൊക്കെ നിലനിൽക്കുകയാണ്. അതുപോലെ പണി, അതിലും അതിലെ വില്ലന്മാരെ അവസാന നിമിഷം വരെ നായകവത്കരിക്കുന്ന ഒരു സംവിധാനമാണ് അതിലുള്ളത്. ഡ്രഗ്സ് അടിച്ച് എന്താണ് ഒരു ലൈംഗിക അരാജകത്വവുമായി നടക്കുന്ന അതിലെ വില്ലനെ ന്യായീകരിക്കുന്ന ഒരു രീതിയാണ് ആ സിനിമയിലും കടന്നു വരുന്നത്. വളരെ പച്ചയായി തന്നെ ന്യായീകരിക്കുന്ന ഒരു സമ്പ്രദായമാണ് ആ സിനിമയിലും കടന്നു വരുന്നത്. ഇത്തരം സിനിമകളും നമ്മളെ സ്വാധീനിക്കുന്നുണ്ട് നമ്മുടെ സമൂഹത്തെ സ്വാധീനിക്കുന്നുണ്ട് എന്നത് വളരെ വലിയ യാഥാർത്ഥ്യമാണ്. ഈ സെൻസർ ബോർഡൊക്കെ ഇത്തരം വയലൻസും സെക്സും നിറഞ്ഞ പടങ്ങൾ നിയന്ത്രിക്കണമെന്നാണ് പറയാറുള്ളത്. ഈ അടുത്ത കാലത്ത് ഏതോ നടൻ പറഞ്ഞതുപോലെ മലയാള സിനിമയിൽ നിന്ന് ചിരി നഷ്ടപ്പെടുന്നു എന്നത് യാഥാർത്ഥ്യമാണ്. അതിയായ വയലൻസും സെക്സും കുത്തിനിറച്ച് നമ്മുടെ സിനിമകളും സമൂഹത്തിന് മോശം സന്ദേശമാണ് നൽകുന്നത് എന്ന കാര്യത്തിൽ ഒട്ടും സംശയമില്ല. അപ്പോൾ സിനിമയും സമൂഹവുമൊക്കെ ഇത്തരം വയലൻസും ഈ പെങ്ങളെയും ആങ്ങളെയും അതുപോലെ പെൺമക്കളെയും അമ്മയെയും തിരിച്ചറിയാൻ വയ്യാത്ത സാമൂഹ്യ സാഹചര്യത്തിലേക്ക് മാറ്റുന്നതിനും കാരണമാകുമെന്നതിൽ യാതൊരു സംശയമില്ല. മറ്റൊന്ന് പൊളിറ്റിക്സാണ്. നമ്മുടെ രാജ്യത്തെ മിക്കപ്പോഴും ഇത്തരം മയക്കുമരുന്ന് സംഘങ്ങളെ നിയന്ത്രിക്കുന്നതിന് നമ്മുടെ രാഷ്ട്രീയ സംവിധാനങ്ങൾക്കോ ഭരണ സംവിധാനങ്ങൾക്കോ കഴിയുന്നില്ല എന്നത് വളരെ വിഷമകരമാണ്. കേരളത്തിൽ ശക്തമായ യുവജന സംഘടനകളുണ്ട്. DYFI ഉണ്ട്, യൂത്ത് കോൺഗ്രസ് ഉണ്ട്, യുവമോർച്ചയുണ്ട്, യൂത്ത് ലീഗ് ഉണ്ട്. ജംഗ്ഷന് അവർക്ക് കൊടിയും കൊടിതോരണങ്ങളും ആളുകളും യൂണിറ്റുകളും ഒക്കെയുണ്ട്. ഇവരൊക്കെ സംയുക്തമായി ശ്രമിച്ചാൽ തുടച്ചു നീക്കാവുന്നതേ ഉള്ളൂ കേരളത്തിലെ ലഹരി മാഫിയ എന്നൊരു യാഥാർത്ഥ്യമുണ്ട്. സമൂഹത്തോട് പ്രതിബദ്ധതയുള്ള യുവജന സംഘടനകൾ കോളേജിലും അതുപോലെ ക്യാമ്പസുകളിലും തമ്മിത്തല്ലി ചാകാതെ സമൂഹത്തെ ബാധിക്കുന്ന ഇത്തരം പ്രശ്നങ്ങളിലേക്ക് ഒന്നിച്ച് ഒറ്റക്കെട്ടായി വരണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. എന്തായാലും നമ്മുടെ സമൂഹത്തെ ദൈവം രക്ഷിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കാം. തൽക്കാലം ഈ വീഡിയോയുമായി വിടവാങ്ങുന്നു. മറ്റൊരു വീഡിയോയുമായി കാണുന്നൊരു പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തുക. ജയ് ഹിന്ദ്.